മരണത്തെ മുഖാമുഖം കണ്ടാണ് കരിഞ്ചോല മലയിലെ മണ്ണിൽ തൊടുകയിൽ നാസറും കുടുംബവും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇരുവശത്തുകൂടിയും മലവെള്ളം പാഞ്ഞുപോയ നാസറിന്റെ വീട് കാണുന്നവർക്കും ഇവരുടെ തിരിച്ചുവരവ് അവിശ്വസനീയമാണ്. നാസറും ഭാര്യയും മകനും ഭാര്യയുടെ സഹോദരൻ ഖാലിദുമാണ് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഉരുൾപൊട്ടലിൽ മലവെള്ളം കുത്തിയൊലിച്ചു പോയ വഴിയാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീടിന്റെ മറുവശത്തു കൂടിയും ഇതേപോലെ വലിയ പാറക്കല്ലുകളും വെള്ളവുമെല്ലാം കുത്തിയൊലിച്ചു. ഈ വീട്ടിൽ മരണത്തെ തൊട്ടടുത്തവർ കണ്ടു. മലമുകളിൽ നിന്ന് പ്രകൃതിയുടെ സംഹാരതാണ്ഡവം അടുത്തറിഞ്ഞു. എവിടേക്കും പോയിട്ട് കാര്യമില്ല. പിന്നെ മരണത്തെ പുൽകാൻ 4 പേരും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു നിന്നു. തൊട്ടപ്പുറത്ത് ഉരുൾപൊട്ടിയതറിഞ്ഞ് സഹോദരി നുസൈബയെയും കുടുംബത്തെയും വിളിക്കാനെത്തിയതായിരുന്നു ഖാലിദ് പറയുന്നത് ഇങ്ങനെ: മുകളിൽ നിന്ന് ഇടി മുഴങ്ങും പോലെ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച ഇടിയാണെന്ന്. പിന്നെ ഉണ്ട് കൊടുങ്കാറ്റിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം മോനെ എന്തേതാ കൊടുങ്കാറ്റ് അടിക്കുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ല മലയിടിഞ്ഞ് വരികയാണെന്ന്. അപ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. മരങ്ങളൊക്കെ അങ്ങനെ നിന്നതിൽ ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും കൂടി ഒരുത്തിയിലേക്ക് നിൽക്കുക, ഏതായാലും നമ്മൾ പോവുകയാണ്, 4 ആൾക്കും കൂടി ഒരുത്തിയിലായിക്കോട്ടെ. അങ്ങനെ ഇവിടെ നിന്ന് കാണിട്ട് ഞങ്ങൾ 4 ആളും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന്. അതിലാണ് ഇതെല്ലാം കൂടിയും പൊളിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി മറിഞ്ഞ് വീണ് അളിയൻ്റെയും മോൻ്റെയും കാലിതിൻ്റെ ഉള്ളിൽ. ഞാൻ അവനോട് ചോദിച്ചു നമ്മളെങ്ങോട്ടോ മാറിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എങ്ങോട്ടും മാറിയിട്ട് കാര്യമില്ല, അവിടെ തന്നെ നിൽക്കുക, നമ്മൾ പോവുകയാണ് എന്നാണ്. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ അവിടെ തന്നെ ബാക്കിയുണ്ട്. അന്നപ്പോൾ എന്തോ ഒരു അത്ഭുതമാണ് ഞങ്ങൾക്ക് തന്നെ. ഇതെങ്ങനെ ഞങ്ങൾ ബാക്കിയായി എന്ന് ഞങ്ങൾക്ക് അറിയൂലല്ലോ. സഞ്ജു പൊറ്റമ്മലിനൊപ്പം കരിഞ്ചോലയിൽ നിന്നും ഷിത ജഗത്, മീഡിയ 1.